കോട്ടയം ഏറ്റുമാനൂരിൽ സിഐയുടെ നേതൃത്വത്തിൽ യുവാവിനെ ആക്രമിച്ചെന്ന പരാതി വ്യാജമെന്ന് പോലീസ്. ഏറ്റുമാനൂർ സ്വദേശി അഭയ് എസ് രാജീവ് ലഹരിക്ക് അടിമയാണെന്നും പോലീസ് പറയുന്നു. 15 വയസ്സ് മുതൽ ലഹരി ഉപയോഗിച്ച് മനോനില തെറ്റിയതാണെന്നും പോലീസ് അറിയിച്ചു. അഭയ്ക്കെതിരെ വധശ്രമം ഉൾപ്പെടെ 5 കേസുകൾ നിലവിലുണ്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ പരാതി വ്യാജമാണ് എന്ന് പറയുന്നതിന് പോലീസ് പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ആധികാരിക തെളിവുകളാണ് പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുള്ളത്? ബിനിലെ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവാവിന് നേരെ പോലീസ് അതിക്രൂരമായ ആക്രമണം നടത്തിയെന്നുള്ള പരാതിയുമായിട്ട് ആ യുവാവും ആ യുവാവിന്റെ മാതാപിതാക്കളും രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം ഇത്തരൊരു ആക്രമണം നടന്നുവെന്നായിരുന്നു ഇവർ പറയുന്നത്. നിലവിൽ ഏറ്റുമാനൂർ CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു ഈ യുവാവിൻ്റെ മാതാപിതാക്കളുടെ ആരോപണം. നിലവിൽ പോലീസുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത് പൂർണ്ണമായിട്ടും വ്യാജമായിട്ടുള്ളൊരു ആരോപണമാണ്. കാരണം ഈ യുവാവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ CI അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അതായത് ഒരു ബസ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഈ യുവാവ് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. തുടർന്ന് ബസ് ജീവനക്കാർക്കെതിരെ യുവാവിൻ്റെ ഭാഗത്തു നിന്നും ക്രൂരമായിട്ടുള്ള അക്രമം അങ്ങോട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യുവാവിനെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും യുവാവിൻ്റെ ഭാഗത്തു നിന്നും ക്രൂരമായ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ഈ യുവാവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് കാരണമായിട്ട് പോലീസ് പറയുന്നത് ഈ യുവാവ് ലഹരിക്ക് അടിമയായിട്ടുള്ളൊരു യുവാവാണ്. 15 വയസ്സ് മുതൽ MDMA, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാനസിക നില തെറ്റിയിട്ടുള്ളൊരു യുവാവാണ്. അഭയ് എസ് രാജീവ് എന്നാണ് പേര്. പേരൂർ സ്വദേശിയാണ്, ഏറ്റുമാനൂർ പേരൂർ സ്വദേശിയാണ്. ഈ യുവാവിൻ്റെ മാനസിക സർട്ടിഫിക്കറ്റുകളടക്കം അല്ലെങ്കിൽ മനോരോഗ വിദഗ്ധൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളടക്കം പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ലഹരിക്ക് അടിമയായി മാനസിക നില തെറ്റിയ ഒരു യുവാവാണ് ഈ യുവാവ്. എന്തായാലും ഈ മാതാപിതാക്കളുടെ പരാതി വ്യാജമാണെന്നുള്ളതാണ് ഏറ്റുമാനൂർ CI അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് യുവാവിനെ മാറ്റിയിരിക്കുകയാണ്. ഈ യുവാവ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും അക്രമ സംഭവങ്ങൾ നടത്തും. മുമ്പും നിരവധി കേസുകളിൽ പ്രതിയാണ്. 5ഓളം കേസുകളിൽ ഈ യുവാവ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏറ്റുമാനൂർ, ചിങ്ങവനം, അതോടൊപ്പം തന്നെ കോട്ടയം ഈസ്റ്റ്, വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായിട്ട് 5ഓളം കേസുകൾ, അതിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളും യുവാവിനെതിരായിട്ട് നിലനിൽക്കുന്നുള്ളതായിട്ടാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ യുവാവിനെതിരെ കാപ്പയ്ക്കടക്കം അല്ലെങ്കിൽ കാപ്പ വകുപ്പ് ചുമത്തുന്നതിനടക്കം പ്രപ്പോസൽ വെക്കാനായിട്ട് ഒരുങ്ങുകയാണ് പോലീസ്. യുവാവ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും ഈ ബസ് ജീവനക്കാർക്കെതിരെയും ഒക്കെ തന്നെ അക്രമം നടത്തുമെന്നുള്ളൊരു ഭീതി പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാപ്പ ചുമത്തി തുടർ നടപടികൾക്ക് വിധേയമാക്കാനായിട്ട് ഒരുങ്ങുന്നത്. എന്തായാലും ഈ വീട്ടുകാരുടെ ആരോപണം പൂർണ്ണമായിട്ടും പൊള്ളയാണെന്നാണ് നൽകിയത്. കോട്ടയം ഏറ്റുമാനൂരിൽ CIയുടെ നേതൃത്വത്തിൽ യുവാവിനെ ആക്രമിച്ച പരാതി വ്യാജമെന്നാണ് പോലീസ് ഭാഷ്യം പറയുന്നത്. അതേസമയം പോലീസ് ആക്രമിച്ചു എന്നുള്ളതാണ് യുവാവിന്റെ പരാതി. ഏറ്റുമാനൂർ സ്വദേശി അഭയ് എസ് രാജീവ് ലഹരിക്ക് അടിമയാണെങ്കിലും തുടർ കേസുകളിൽ പ്രതിയായി വരുന്ന ആളാണെന്നാണ് പോലീസിന്റെ വാദം.